ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലോ. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഈ കഴിഞ്ഞ മൺഡേ ദുബായ് ഗവൺമെൻറ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ദുബായിലുള്ളവർക്ക് ഇനി മുതൽ ട്യൂഷൻ എടുക്കാം, ബട്ട് അവരത് രജിസ്റ്റർ ചെയ്ത് മിനിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് ഒരു ലൈസൻസ് എടുത്തിരിക്കണം ട്യൂഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് എന്നുള്ളൊരു കാര്യം. അല്ല, നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ ട്യൂഷൻ എടുക്കുക എന്നുള്ളത് ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ദുബായ് ഗവൺമെൻറ് അതിനൊരു ആശ്വാസമായിട്ടുള്ളൊരു ന്യൂസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ട്യൂഷൻ എടുക്കുന്നവർക്കൊക്കെ രജിസ്റ്റർ ചെയ്തൊരു ലൈസൻസ് എടുത്താൽ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാകും, ഇതെങ്ങനെയാണ് ഇനി രജിസ്റ്റർ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അറിയേണ്ടത് ആർക്കൊക്കെയാണ് ഈ ലൈസൻസ് എടുക്കാൻ പറ്റുന്നത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനും, അതായത് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്, രജിസ്റ്റേർഡ് ടീച്ചേഴ്സിനും അല്ലാതെ സ്കൂളിൽ വർക്ക് ചെയ്യാത്ത ടീച്ചേഴ്സിനും പറ്റും. രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യാനിപ്പോൾ സൗദി അറേബ്യയിലൊക്കെ നമുക്ക് അജീർ ലൈസൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ദുബായ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ലൈസൻസ് ഉണ്ടാവുമല്ലോ, രജിസ്റ്റേർഡ് ആവുമല്ലോ നിങ്ങൾ. അങ്ങനെയുള്ള ടീച്ചേഴ്സിന് വർക്ക് ചെയ്യാം. ഇനി ജോബിന് പോകാതെ വീട്ടിലിരിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് വർക്ക് ചെയ്യാം. കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലേ, അവർക്കും സബ്ജക്റ്റ് അറിയുന്നവരാണെങ്കിൽ അവർക്കും ട്യൂഷൻ എടുക്കാം. അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് 15 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ എടുക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കൂളിലുള്ള 15 to 18 ഏജുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം. ഈ കോളേജുകൾ, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാം. അപ്പോൾ ഇത്രയും പേർക്കാണ് ട്യൂഷൻ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ട്യൂഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി അറിയേണ്ട കാര്യം, ഈ ഒരു ട്യൂഷൻ ലൈസൻസിന് എത്രയാണ് ഫീ വരുന്നത്. ലൈസൻസ് എടുക്കാൻ നിങ്ങൾക്ക് 0 കോസ്റ്റാണ് ഈ ലൈസൻസ് എടുക്കാൻ വരുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇതിൻ്റെ രജിസ്ട്രേഷനും ലൈസൻസിനും വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ക്യാഷ് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലൈസൻസ് എടുക്കുമ്പോൾ വേണ്ടത് എന്നുള്ളത് കാരണം അടുത്തത് നിങ്ങൾ ചോദിക്കുന്ന. അപ്പോൾ നമുക്കത് നോക്കാം. ലൈസൻസ് എടുക്കാൻ വേണ്ട കാര്യങ്ങൾ, നിങ്ങൾ അവിടെ എമിറേറ്റ്സ് ID, അതായത് വിസയുള്ള ഒരാളായിരിക്കണം. പാസ്പോർട്ടും ഒരു എമിറേറ്റ്സ് ID ഉള്ള ഒരാളായിരിക്കണം. നിങ്ങൾ സൈൻ ചെയ്തിട്ടൊരു ഡിക്ലറേഷൻ ഫോം, നിങ്ങളിങ്ങനെ നമ്മൾ പറയില്ലേ ട്യൂഷൻ എടുക്കാനായി വിഷ്ടുനോ അങ്ങനെ നമ്മൾ എഴുതുമല്ലോ, അങ്ങനെ അതൊരു ലെറ്റർ പോലെ നിങ്ങൾക്ക് എഴുതാം. പിന്നെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഓഫ് ഗുഡ് കണ്ടക്റ്റ്, പിന്നെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, NOC വേണ്ടത്. നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു NOC സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ കുട്ടികൾ, ചെറിയ കുട്ടികളാണെങ്കിൽ 15 വയസ്സിൻ്റെയും 18ൻ്റെ ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ, സ്കൂൾ കുട്ടികൾ ട്യൂഷൻ എടുക്കുന്നെങ്കിൽ പാരൻസിൻ്റെ ഒരു NOC, അതായത് കുട്ടികൾ ട്യൂഷൻ എടുക്കുന്നതിൽ അവർക്ക് വിരോധമില്ല എന്നുള്ളത് അവരൊരു ഫോം പോലെ അത് കൊടുക്കണം. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതും ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം കൂടാതെ നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം. ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, അതായത് നമ്മുടെ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലൊരു ഫോട്ടോ വേണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇനി നിങ്ങൾക്കറിയേണ്ടത് ഇത് എത്ര വർഷത്തേക്കാണ്, ആർക്കൊക്കെയാണ് എന്നുള്ളത് അല്ലേ. ഇത് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുബൈയിൽ നിന്നിട്ടും ട്യൂഷൻ എടുക്കാം. നാട്ടിൽ പോകുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാം. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ട്യൂഷന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ, ഇതിൽ എത്ര കുട്ടികളെ വരെ എടുക്കാമെന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഈ ലൈസൻസ് ഉള്ളവർക്ക് എത്ര കുട്ടികളെ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിനൊരു ലിമിറ്റും ഇല്ല. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ലൈസൻസിന് എത്ര വർഷത്തെ ഒരു വാലിഡിറ്റി ഉണ്ടെന്നുള്ളതല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. 2 വർഷത്തെ വാലിഡിറ്റിയാണ് നിങ്ങളിങ്ങനെ എടുക്കുന്ന ലൈസൻസിന് ദുബായ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അതും ഫ്രീ കോസ്റ്റിലാണ്. ഇനി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തു, പക്ഷേ നിങ്ങളത് അവരെ ആക്സെപ്റ്റ് ചെയ്തില്ല, നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇനിയും അപ്ലൈ ചെയ്യാം, ബട്ട് യു ഹാവ് ടു വെയിറ്റ് ഫോർ 6 months. 6 മാസം കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷന് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം, എത്ര ദിവസം പിടിക്കും നമുക്ക് ലൈസൻസ് കിട്ടാൻ? 1 ദിവസം മുതൽ 5 ദിവസം വരെ സമയത്തിൻ്റെ ഉള്ളിലാണ് ലൈസൻസ് കൊടുക്കുന്നത്. അധികം പേർക്കും 1 ദിവസം കൊണ്ട് തന്നെ അവർ ലൈസൻസ് കൊടുക്കുന്നുണ്ട്.
ബട്ട് നമുക്കറിയാലോ ഒരു ന്യൂ റൂളൊക്കെ വരുമ്പോൾ എല്ലാവരും അത് അപ്ലൈ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം, ചിലപ്പോൾ 2-3 ദിവസം പിടിക്കുന്നുണ്ടാവും. എന്നാലും ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. പിന്നെ ചോദിക്കുന്നത് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കാര്യങ്ങൾ ചോദിച്ചില്ലേ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ MOയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അതിനകത്ത് സർവീസ് ടാബ് ഉണ്ട്. ഞാനിവിടെ സൗദി അറേബ്യയിലായതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അവിടുത്തെ ID പാസ്വേഡ് ഒന്നുമില്ല. നമുക്കിവിടെ അബ്ഷീറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അവർ പറയുന്ന നിങ്ങളുടെ MOയുടെ മിനിസ്ട്രി ഓഫ് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അതിൽ സർവീസ് ടാബിൽ പോവുക. സർവീസ് ടാബിനകത്ത് പ്രൈവറ്റ് ടീച്ചർ വർക്ക് പെർമിറ്റ് എന്നുള്ള ഒരു ഇതിപ്പോൾ അവിടെ ആക്റ്റീവായിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ റൂൾ വന്നതല്ലേ. അപ്പോൾ അതിനകത്ത് പോയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ 1 by 1 ഇൻസ്ട്രക്ഷനും എങ്ങനെയാണ് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം റെഡിയാക്കിയതിൻ്റെ ശേഷം നിങ്ങൾ വേഗം പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തോ. അപ്പോൾ ഇനിയിപ്പോൾ ജോബിന് പോകുന്നില്ലെങ്കിലും വീട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാമല്ലോ അല്ലേ. ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഒരു സബ്ജക്റ്റ് അപ്ഡേറ്റിംഗ് ഉണ്ടാവും. നമ്മൾ വെറുതെ ഇരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ഒരു 1-2 കുട്ടികളെ എടുത്തിട്ട് അവർക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളിപ്പോൾ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലൊക്കെ പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ ആ സ്കൂൾ, ഇപ്പോൾ നിങ്ങൾ ദുബൈയിലൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ട്യൂഷൻ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. ലൈസൻസ് കിട്ടിയ ധൈര്യമായിട്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാമല്ലോ. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ആ കുട്ടികൾക്ക് ട്യൂഷൻ പഠിപ്പിക്കാം. അതിലൂടെ നിങ്ങൾക്ക് അവരുടെ ബുക്സ് എങ്ങനെയെന്ന് അറിയാം, അവരുടെ സിലബസ് എങ്ങനെയെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊക്കെ നാട്ടിൽ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് വന്നതിൻ്റെ ശേഷം നമുക്ക് ബ്രിട്ടീഷ് അമേരിക്കൻ ഒന്നും അറിയില്ല. എൻ്റെ കരിയർ ജേണിയിൽ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു. അപ്പോൾ ആദ്യമൊന്നും ഞാനങ്ങനെ ഫീ കാര്യമാക്കിയില്ല. കാരണം എൻ്റെ ഉദ്ദേശം ആ കുട്ടികളുടെ സിലബസ്, ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലെ ബുക്സ് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ട്യൂഷനിലൂടെയാണ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഉണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ സ്കൂളുകളിൽ അപ്ലൈ ചെയ്ത് ഡെമോൺസ്ട്രേഷനൊക്കെ കൊടുത്തിട്ട് കയറുകയായിരുന്നു ചെയ്തത്. അതുപോലെ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി മുന്നോട്ട് പോവാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഗൾഫ് നാടുകളിൽ ജോബ് നോക്കുന്നവർക്കൊക്കെ നമ്മുടെ ചാനലിലെ വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.